മികച്ച പ്രതികരണമാണ് സിനിമ ആടുജീവിതത്തിന് ലഭിക്കുന്നത്. ബ്ലസി എന്ന സംവിധായകൻ്റെ 16 വർഷത്തെ കാത്തിരിപ്പിന് ഫലം കണ്ടു എന്ന് തന്നെ പറയാം. 100 കോടി ക്ലബ് എന്ന നേട്ടമടക്കം ചിത്രം നേടിക്കഴിഞ്ഞു. പൃഥ്വിരാജ് നജീബ് എന്ന കഥാപാത്രത്തെ അതിമനോഹരമായി സ്ക്രീനിൽ എത്തിക്കുകയും ചെയ്തു. നിരവധി പേരാണ് സിനിമയെക്കുറിച്ച് അഭിപ്രായം പങ്കുവച്ച് എത്തിയത്. ഇപ്പോൾ നടി മഞ്ജു വാര്യർ ചിത്രം കണ്ട് പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. ആടുജീവിതം കണ്ടപ്പോൾ ഉണ്ടായ അനുഭവം വാക്കുകൾ കൊണ്ട് അതീതമാണ്. എല്ലാ കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും പ്രപഞ്ചം തന്ന മനോഹരമായ പ്രതിഫലം. മുഴുവൻ ടീമിനും ആശംസകൾ. നീ ചെയ്ത വേഷങ്ങളിൽ എക്കാലത്തെയും മികച്ചത് ഇതാണ് രാജു. ഈ സിനിമ സാധ്യമാക്കിയതിന് ബ്ലസിച്ചേട്ടന് നന്ദി. മഞ്ജു വാര്യരുടെ വാക്കുകൾ ഇങ്ങനെ. അതേസമയം നേരത്തെ നിരവധി താരങ്ങളാണ് ആടുജീവിതം സിനിമയെക്കുറിച്ച് പറഞ്ഞ് എത്തിയത്. പൃഥ്വിരാജിൻ്റെ അഭിനയത്തെക്കുറിച്ചും സിനിമാ കഥയെക്കുറിച്ചും എല്ലാം പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. 16 വർഷത്തോളം പൃഥ്വിരാജും ബ്ലസിയും ആടുജീവിതത്തിന് പിന്നാലെയായിരുന്നു. പൃഥ്വിരാജ് മാത്രമല്ല, ഹക്കീമായി വന്ന ഗോകുലും ആഫ്രിക്കക്കാരനായി വന്ന നടനും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് പുറത്തെടുത്തത്. ബ്ലസിക്ക് മുമ്പ് ആടുജീവിതം നോവൽ സിനിമയാക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് ആദ്യം നോവലിസ്റ്റ് ബെന്യാമിനെ സമീപിച്ചത് സംവിധായകൻ ലാൽ ജോസ് ആണ്. ആടുജീവിതം പ്രമോഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കവേ ബെന്യാമിൻ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ ആടുജീവിതം ചെയ്യുന്നില്ലെന്ന തീരുമാനത്തിലേക്ക് താൻ എത്തിയതിൻ്റെ കാരണം വെളിപ്പെടുത്തുകയാണ് ലാൽ ജോസ്. മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ലാൽ ജോസ് ആടുജീവിതം സിനിമയാക്കുന്നതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം വെളിപ്പെടുത്തിയത്. ആടുജീവിതം ചെയ്യാൻ സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനി വരെ തുടങ്ങിയ ആളാണ് താനെന്നും ലാൽ ജോസ് പറയുന്നു. സംവിധായകൻ്റെ വാക്കുകളിലേക്ക്. ആടുജീവിതം നോവൽ വായിച്ച് തീർത്ത സമയത്ത് തന്നെ ഇതിൽ ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ടെന്ന് മനസ്സിലായി. സിനിമയാക്കിയാൽ കൊള്ളാമെന്നും എനിക്ക് തോന്നി. അതിനുവേണ്ടി ബെന്യാമിനുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ആ സമയത്ത് അത് ഓക്കെ ആയിരുന്നു. പിന്നീട് ഈ സിനിമ ആര് പ്രൊഡ്യൂസ് ചെയ്യുമെന്നായി ചിന്ത. മറ്റുള്ളവരെ സമീപിക്കാതെ ഞാൻ തന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാക്കി. LG ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു അതിൻ്റെ പേര്. നജീബായിട്ട് ഒരു പുതുമുഖ നടനെയായിരുന്നു മനസ്സിൽ കണ്ടിരുന്നത്. കാരണം ഈ സിനിമയിലെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഒരുപാട് സമയം മാറ്റിവെക്കേണ്ടി വരും. ഒരു സൂപ്പർ താരത്തിനെ കൊണ്ട് അത്ര വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുപോലെ ഈ സിനിമയിലേക്ക് വിദേശത്ത് നിന്നുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയെയും നോക്കിയിരുന്നു. പ്രീ പ്രൊഡക്ഷനും നാട്ടിലെ സീക്വൻസുകളും പോസ്റ്റ് പ്രൊഡക്ഷനുമെല്ലാം LG ഫിലിംസും വിദേശത്തെ ഷൂട്ടിന് വിദേശത്തെ പ്രൊഡക്ഷൻ കമ്പനിയും അതായിരുന്നു പ്ലാൻ ചെയ്തത്. അതിൻ്റെ ബാക്കി പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ബെന്യാമിൻ എന്നെ വിളിച്ചിട്ട് ബ്ലസിയും നോവൽ സിനിമയാക്കാൻ വേണ്ടി സമീപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ സ്ക്രിപ്റ്റ് പകുതിയോളം എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നീട് ഞാൻ ബ്ലസിയുമായി സംസാരിച്ച് അയാൾക്ക് ഈ പ്രോജക്റ്റിലുള്ള വിശ്വാസവും കണ്ട് ഞാൻ പിന്മാറുകയായിരുന്നു. ഇത്ര മികച്ച രീതിയിൽ ബ്ലസി ആടുജീവിതം അണിയിച്ചൊരുക്കുമെന്ന് ആ സമയത്ത് തന്നെ മനസ്സിലായിരുന്നു എന്നാണ് ലാൽ ജോസ് പറഞ്ഞത്.